രോമാഞ്ചം പോലെ എന്ന് പറയാൻ പറ്റില്ല. രോമാഞ്ചം ടോട്ടലി എൻ്റെ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള സിനിമയാണ്. ഇത് ചെറുതായിട്ട് അവിടെ ഇവിടെ ഇൻസ്പയർഡ് ആയി പോയിട്ട് ഉണ്ടെന്നേ ഉള്ളൂ. ചില അനുഭവങ്ങൾ കഥയാക്കി വലുതാക്കി സിനിമയാക്കി എന്നുള്ളൂ. അത് പൂർണ്ണമായിട്ട് അതിൻ്റെ അനുഭവം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. രോമാഞ്ച സിനിമയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതിൽ കണക്ഷൻ ഉണ്ടോ? ഇല്ല, രോമാഞ്ച സിനിമയായിട്ട് യാതൊരു കണക്ഷൻ ഇല്ല. അതിൽ ക്യാരക്ടറിന്റെ ഒരു സ്പിൻ-ഓഫ് പോലെയാണ് ഇതിൽ ക്യാരക്ടറിനെ കൊടുത്തിട്ടുള്ളത്, അതൊന്നും ചോദിച്ചതാണ്. അല്ല, അത് അങ്ങനെയല്ല. അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അത് ക്ലിയർ ചെയ്തേക്കാം. അതായത് രോമാഞ്ച സിനിമയിൽ ചെമ്പൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ, സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുള്ളിയുടെ അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ്. അപ്പിയറൻസും ആ സ്വഭാവവും രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ്. ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ്. എനിക്ക് പേഴ്സണലി പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പലയിടത്തും കണ്ടിട്ടുള്ള, മുൻപ് ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ രോമാഞ്ചത്തിലെ ക്യാരക്ടറുകൊണ്ട് യാതൊരു ബന്ധവുമില്ല. ആവേശം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ ആൾ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങളുടെ ആൾക്കാരെല്ലാവരും വരണം, വന്നൊരു ഓളം ഉണ്ടാക്കി തരണം തുടക്കത്തിൽ. അപ്പോൾ ആ ഓളത്തിൽപ്പെട്ട് മുന്നോട്ട് പോകണമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയും കൂടെയാണ്. സിനിമ തിയേറ്ററിൽ നിറഞ്ഞ, അതായത് ഫുൾ ക്രൗഡോട് കൂടിയിരുന്ന് കാണേണ്ട, എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇപ്പം നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന പോലെ മിണ്ടാതിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് വിശ്വസിക്കുന്നില്ല. കൂടെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കാണേണ്ട സിനിമയാണ്. അവർക്ക് ചിരിച്ചും ഉറക്കുക ബഹളം ഉണ്ടാക്കി തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അതെനിക്ക് ഉറപ്പായിട്ടും തിയേറ്റർ വാശി തന്നെയാണ്. രോമാഞ്ചം അങ്ങനെയായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും അതിന് മേലിലേക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. രോമാഞ്ചം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അപ്പോൾ രോമാഞ്ചം ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. അതായത് രോമാഞ്ചം ഷൂട്ടിന് ശേഷം ഞാൻ ഈ കഥ ഡെവലപ്പ് ആയതിനു ശേഷം ഞാൻ അൻവർ റഷീദിൻ്റെ അടുത്ത് പോയിട്ട് പറയായിരുന്നു. ഫോൺ സംസാരിച്ച് ഒരു കഥ പറയാനാണെന്ന് പറഞ്ഞു. അങ്ങനെ സജിനാണ് എനിക്ക് ആക്ച്വലി അവിടെ കണക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് കഥ പറയുമായിരുന്നു. കഥ പറഞ്ഞ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് ഉടനെ തന്നെ ഫഹദിലേക്ക് എത്തി. അതങ്ങനെ പ്രൊജക്റ്റ് ആവുമായിരുന്നു. ആക്ച്വലി രോമാഞ്ചം റിലീസിന് ഞാൻ ഓൾറെഡി ആവേശത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനിലായിരുന്നു. ബാംഗ്ലൂർ ഷൂട്ട് തുടങ്ങാൻ കുറച്ച് നാളുകൾ ഉള്ളപ്പോഴാണ് രോമാഞ്ചം റിലീസാവുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടാണ് രോമാഞ്ചം റിലീസെല്ലാം ഇവിടെ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നത്. രോമാഞ്ചത്തിന് മുന്നേ തന്നെ പ്രൊജക്റ്റ് ആയിരുന്ന സിനിമയായിരുന്നു ആവേശം. ചേട്ടൻ്റെ ലുക്കും ഏകദേശം അതേപോലെ ഒരു നമ്മുടെ തെലുങ്കുകൾ വരുന്ന വില്ലന്മാരുടെ ആ സിനിമ ലുക്കുണ്ട്. ശരിക്കും അങ്ങനെ തന്നെ ഒരു മാസ് വില്ലൻ അല്ലെങ്കിൽ ഒരു കോമഡി അല്ല, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. ഇയാൾ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു ഗുണ്ടയാണ്. അതുകൊണ്ടാണ് പ്രൈമറിലി അങ്ങനത്തെ ഒരു ലുക്കിലേക്കൊക്കെ എത്തിയത്. ഓൾമോസ്റ്റ് ജിത്തുവിന് പറഞ്ഞ ജിത്തു കണ്ട് പോയ ആളുകളിൽ നിന്നും ഒരുപാട് പേരിൽ നിന്നാണ് അങ്ങനെ ലുക്കിലേക്ക് എത്തിയത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അല്ല, അങ്ങനെ വേറൊരു പടം പോലെ അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവമാണ്, അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത്. നോക്കാം. ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ ആരും അഴിച്ചു വിട്ടിട്ടില്ല. ഒരു ആക്ടിംഗ് പ്രോസസ്സിൽ അതൊരു ഈസി ആയിരുന്നു, ടഫായിരുന്നു മറ്റുള്ളവർക്ക്? ഈ ക്യാരക്ടർ കുറച്ച് എന്താ പറയുക, കുറച്ച് ലൗഡാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ അയാൾ കറക്റ്റ് മലയാളം അല്ല സംസാരിക്കുന്നത്. അങ്ങനത്തെ ഫുട്ടേജൊന്നും വരാറുണ്ടാണ്. കന്നഡയും മലയാളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഉറക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിൽ
തരത്തിലുള്ള ഒരു പ്രൊമോഷൻ രീതിയും പെർഫോമൻസും ആയിരുന്നു ഇക്കാടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. എന്തായിരുന്നു അതിന്റെ കാര്യം? കാര്യമൊന്നുമില്ല, ട്രെയിലർ പോലും ഇല്ല. ഇതൊക്കെ ചെയ്താലേ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് ഈ പടം എന്നല്ല, ചെയ്യുന്ന പടങ്ങളെല്ലാം ആൾക്കാർ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ഒരു ഇൻട്രോ ഈ പടത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. പടം കാണാൻ പോകുന്നതിന് മുമ്പ് ഈ പടത്തിനെ പറ്റി ഒരു ഇൻട്രോ ആൾക്കാർക്ക് കൊടുക്കണമെന്നുണ്ട്. ഈ പടത്തിലുള്ള ഇക്കാണ് ഒരു കോൺഫിഡൻസ് ആണ് ഈ ഒരു പ്രൊമോഷൻസിലേക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ് കാണുന്നുണ്ട്. ഇപ്പൊ കോളേജിൽ ഡാൻസ് ഞാൻ പോസിറ്റീവ് അല്ല, സാധാരണ ഞാൻ ഭയങ്കര പോസിറ്റീവ് കോളേജിൽ ഡാൻസ് പെർഫോമൻസുകൾ ആരും പ്രതീക്ഷിക്കില്ലായിരുന്നു. ഇല്ല, അതൊന്നും ആ കുട്ടികൾ ചുമ്മാ, ഞാൻ ഡാൻസ് പഠിച്ചിട്ട് പോയതൊന്നുമില്ല. കുട്ടികൾ ചുമ്മാ പറഞ്ഞുകൊണ്ട് ഞാൻ അവരോട് അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരെന്തോ യൂണിയൻ ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് തിയേറ്ററിൽ ആവേശം കൊള്ളിക്കണമല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട്. ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രോമാഞ്ചം കൊള്ളിക്കൂ എന്നുള്ളൊരു സാധനം. അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, രോമാഞ്ചം കൊള്ളിക്കും എന്നുള്ളൊരു സാധനം. ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എന്റർടൈനർ ആണ്. മൊത്തത്തിൽ ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എന്റർടൈനർ പാക്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അതിൻ്റെ അകത്ത് വേറെ അൺഎക്സൈറ്റ്മെന്റ് എന്താ പറയാ, അത് ഉണ്ടാവാൻ സാധ്യതയില്ല. എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. മറ്റൊന്ന് സീൻ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞൊന്നുമല്ലല്ലോ, ചുമ്മാ അതേപോലെ അങ്ങനെ തന്നെ ആവട്ടെ. രോമാഞ്ചം കാണുന്ന നേരത്ത് ഇപ്പം തുടക്കത്തിൽ തന്നെ നമുക്ക് ബേസിക്കലി സിനിമയിലേക്ക് ഇന്നാക്കിയത് ആ ടൈറ്റിൽ സോങ് തന്നെയാണ്. അപ്പോഴേക്ക് നമ്മൾ ആ ടെമ്പോയിലേക്ക് എത്തി. അപ്പം ഈ ആവേശത്തിൽ എങ്ങനെയായിരുന്നു മ്യൂസിക്കിനെ കൺസീവ് ചെയ്തത്? ആവേശത്തില് രോമാഞ്ചത്തിലുള്ള പോലെ, രോമാഞ്ചത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ട്രാക്കൊക്കെ അങ്ങനെയുള്ളൂ. ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല, എല്ലാം ഒരു സ്കോർ പോലെ. നമുക്ക് ഈ പറഞ്ഞ പോലെ 8 പാട്ടുള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല ആ ഒരു 8 സോങ്സ് വന്ന് പോകുന്നത്. ഈ സിനിമയിൽ ഒരുപാട് റാപ്പ് സിംഗേഴ്സിനൊക്കെ റാപ്പ് ഒരുപാടില്ല, എന്നാലും ഉണ്ട് 2-3 സോങ്സ് റാപ്പായിട്ടുണ്ട്. എല്ലാം മലയാളം, ഇംഗ്ലീഷും ഒരു സോങ് മാത്രം ഇംഗ്ലീഷിനാണ്, ബാക്കിയെല്ലാം മലയാളം. സൗത്ത് ഇന്ത്യൻ എനിക്കറിയില്ല, ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്തു. സുജേട്ടാ, ചേട്ടാ ഇന്റർവ്യൂവിന് മുമ്പ് പറഞ്ഞിരുന്നു ആവേശത്തിലൊരു അല്ലു അർജുൻ ഒരു അർജുനല്ല അനിരുദ്ധ് ടൈപ്പ് പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കൊരു പരിധി വരെ ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടു. അപ്പോൾ ഇനി അതിനെ വെല്ലുന്നൊരു സോങ് ഇനി നമുക്ക് ചിത്രത്തിൽ പ്രതീക്ഷിക്കാമോ? ആ ഒരു വൈബ് ഇനിയും ഇറക്കാൻ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, കുറച്ച് ഇറക്കി വിടും. എനിക്കൊന്ന് റിലീസ് ആവാറായതുകൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറങ്ങുന്നത്. എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ്. എനിക്ക് ഈ അനിരുദ്ധ റെഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ. ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്കൊക്കെ നോക്കുമ്പം ഈ സന്തോഷ് നായരും അനിരുദ്ധൊക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനത്തെ കുറച്ച്